കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി പി വി അൻവർ MLA കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമായി ADGP MR അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നു. ഇന്ന് കോട്ടയത്ത് പോലീസ് ഓഫീസർ അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ച് ആരെയും രക്ഷപ്പെടുത്താൻ തനിക്ക് ഉദ്ദേശമില്ല, തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകും കുഴപ്പങ്ങൾ കാണിച്ചാലെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. ഇത് മുന്നറിയിപ്പൊക്കെ അദ്ദേഹം കൊടുക്കുമ്പോൾ ADGP MR അജിത് കുമാർ തന്നെ വേദിയിലിരിപ്പുണ്ടായിരുന്നു. മാത്രമല്ല ത്രൂ ഔട്ട് ഈ സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശ്രദ്ധിച്ചതേയില്ല എന്നുള്ളതാണ്. മടങ്ങിപ്പോകുമ്പോഴും ഇദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമ്മേളനത്തിന് ശേഷം കടുത്ത ആരോപണങ്ങളുമായി പിന്നെയും PV അൻവർ രംഗത്ത് വന്നു. നടപടി ഉണ്ടാകും എന്നായിരുന്നു സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. ഏറ്റവും അവസാനം DGP തലത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ തന്നെ ഈ കാര്യം അന്വേഷിക്കും, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നു. ഇന്നത്തെ വാർത്താപ്പകലിൽ നടന്ന ഈ ഒരു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീടും PV അൻവർ അതിലും ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും കരിനിഴൽ നിർത്തുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി PV അൻവറിൻ്റെ ആരോപണം. ഇന്നും അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യും. അതിനിടയിൽ അദ്ദേഹം തോക്കിൻ്റെ ലൈസൻസിന് അപേക്ഷിച്ചു എന്ന വാർത്തയും വരുന്നു. കാര്യം അദ്ദേഹത്തിന് അത്രയും കൂടുതൽ ഭീഷണി ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം സ്വന്തമായി തോക്ക് വാങ്ങിച്ച് ലൈസൻസുമായി നടക്കാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ അദ്ദേഹം അപേക്ഷയും കൊടുത്തു. ഇന്നത്തെ വാർത്താ പകലിൽ ഇടിമിന്നലായി വന്ന ഈ ആരോപണങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപനവും അതിനുശേഷം വന്ന PV അൻവറിൻ്റെ അതിലും കടുത്ത തീവ്ര ആരോപണങ്ങളും ഈ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇടത് കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടലുണ്ടാക്കിയ PV അൻവറിൻ്റെ രാഷ്ട്രീയ യുദ്ധം ഒടുവിൽ മുഖ്യമന്ത്രി PV അൻവറിനൊപ്പം നിന്നു. ഒന്നാം ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ജയം അൻവറിന്. MR അജിത് കുമാറിന്റെ സ്ഥാനം തെറിച്ചു. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് CPIM-ഉം സർക്കാരും കണ്ടത്. പരസ്യയുദ്ധ പ്രഖ്യാപനം നടത്തി അൻവർ പിടിമുറുക്കിയതോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായി. പോലീസ് തലപ്പത്തുള്ളവർക്ക് അധോലോക ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള അൻവറിന്റെ ആരോപണത്തിന്റെ ലക്ഷ്യം ആഭ്യന്തര വകുപ്പെങ്കിലും കല്ലേറ് കൊള്ളുന്നത് അത്രയും മുഖ്യമന്ത്രിക്കാണ്. 5 ദിവസത്തെ തുടർ വിവാദങ്ങൾക്കൊടുവിൽ സേനയിലെ വിശ്വസ്തൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടു. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വരുത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട്. അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGP-യെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചുവരുത്തി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് പൊതുവേദിയിലെ അന്വേഷണ പ്രഖ്യാപനം. എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. വേദിയിലിരുന്ന വിശ്വസ്തനെ ശ്രദ്ധിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ പോക്കുവരവും ശ്രദ്ധേയം. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ ADGP അജിത് കുമാർ പ്രസംഗിച്ചത്. താൻ ചെയ്ത കാര്യങ്ങൾ ADGP എണ്ണി പറഞ്ഞു. ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നുമായിരുന്നു ADGP-യുടെ വാക്കുകൾ. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGP-ക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയും അജിത് കുമാറിനെതിരെ പുതിയ ആരോപണങ്ങൾ നിരത്തി PV അൻവർ MLA രംഗത്തെത്തി.
കവടിയാർ കൊട്ടാരത്തെ വെല്ലും വിധം ഒരു കൂറ്റൻ മണിമാളികയാണ് കവടിയാർ കൊട്ടാരത്തിന് തൊട്ടുപിന്നിൽ ADGP പണിയുന്നതെന്ന് PV അൻവർ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് 10 സെൻറ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. ഒരു അഴിമതി ഇല്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. സെന്റിന് 70 ലക്ഷം രൂപ വരുന്നിടത്ത് 10 സെന്റ് ഭൂമി വാങ്ങിയാണ് അജിത് കുമാറിന് 12,000 സ്ക്വയർ ഫീറ്റിൽ വീടൊരുങ്ങുന്നത്. 3 നിലയിലാണ് ആഡംബര സൗധം പണിയുന്നത്. ഈ വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഈ ലക്ഷങ്ങളാണ് ഒരു സെന്റിന് വില എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കവടിയാർ കൊട്ടാരത്തിന് തൊട്ട് ബാക്കാണ്, തൊട്ട് പുറകുവശമാണ്, അതിനും അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട വഴിയാണ്. അപ്പോൾ ഈ വഴിയിൽ ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വീട് വെക്കുക എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ പണം ചിലവാകുന്നത് അല്ലെങ്കിൽ വലിയ സാമ്പത്തികാവസ്ഥ ഉള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തികാവസ്ഥ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിന് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്കുണ്ടെന്നാണ് മറ്റൊരു ആരോപണം. കേസിൽ മൊഴി മാറ്റാൻ അജിത് കുമാർ ഇടപെട്ടെന്നും അൻവർ ആരോപിക്കുന്നു. പിന്നാലെ സോളാർ കേസിൽ ഒത്തുതീർപ്പിനായി MR അജിത് കുമാർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പരാതിക്കാരി 24-നോട് വ്യക്തമാക്കി. എതിരെയുള്ളവർ സ്വാധീനമുള്ളവരായതിനാൽ മൊഴി നൽകുമ്പോൾ സൂക്ഷിക്കണമെന്നും KC വേണുഗോപാൽ ഉൾപ്പെടെ 2 പേർക്ക് വേണ്ടിയാണ് അജിത് കുമാർ സംസാരിച്ചതെന്നും പരാതിക്കാരി 24-നോട് പറഞ്ഞു. സോളാർ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് MR അജിത് കുമാർ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നേരത്തെ തൊട്ട് നമ്മൾ അറിയാവുന്ന ആൾക്കാരായിരുന്നല്ലോ. ഈ കേസ് ഇവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണാലിറ്റീസ് ആണ്. പുള്ളി സംസാരിച്ചത് മെയിൻലി 2 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മളുടെ ഫോർമർ CM. രണ്ടാമത്തെ കാര്യം, പുള്ളി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ്, കേസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയെ അജിത് കുമാർ സംരക്ഷിച്ചെന്നും PV അൻവർ ആരോപിച്ചു. അതിനിടെ ADGP MR അജിത് കുമാർ അറിഞ്ഞുകൊണ്ട് മുക്കിയ 2 കേസുകൾ കൂടി പൊങ്ങി വരികയാണ്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച അന്വേഷണം പോലീസ് ചമച്ച കള്ളക്കഥയെന്നും തെളിയുന്നു. ഏപ്രിൽ 21 രാത്രി 9 മണിക്ക് ഷാൻ റിദാനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് വാദം. ഇതെല്ലാം പോലീസ് കള്ളക്കഥ ചമഞ്ഞതാണ് എന്നാണ് PV അൻവറിന്റെ ആരോപണം. റിദാനെ കൊന്നത് സുഹൃത്ത് ഷാനല്ലെന്നും കുടുംബവും വ്യക്തമാക്കുന്നു. PV അൻവർ MLA പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ശരിയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇന്ന് അൻവർ MLA സംഭവം വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അറിയാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മോനെ കൊന്നത്, റിദാനെ കൊന്നത് ഈ ഷാൻ തന്നെയാണ് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ എങ്കിലും അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ ഷാൻ മാത്രമാവില്ല ഇതിൻ്റെ ബാക്കിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അന്നേ ഒരു സംശയമുണ്ടായത്. CPIM-ൽ MV ഗോവിന്ദൻ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി അൻവറിന്റെ ആരോപണങ്ങളെ കാണുന്നവരുമുണ്ട്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ പുതിയ പവർ ഗ്രൂപ്പാണ് അൻവറിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആരോപണ വിധേയനായ മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും CPIM-ഉമാണ്. അൻവറിന്റെ ആരോപണം തള്ളി P ശശിയെ സംരക്ഷിക്കുമോ അതോ നടപടിയുണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. അൻവറിന്റെ കോപാഗ്നിയിൽ ആദ്യം വെന്തത് സുജിത് ദാസ്, പിന്നാലെ MR അജിത് കുമാർ. ഇനി അത് P ശശിയാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അൻവർ ഒറ്റയ്ക്കല്ലെന്നുറപ്പ്. അൻവറിന് പിന്നിൽ ഇടത് കേന്ദ്രങ്ങളുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം.